നമസ്കാരം. ദ ഇലക്ഷൻ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ പ്രധാനപ്പെട്ട ജില്ലകളിലൊക്കെയും UDFിൻ്റെ പ്രതീക്ഷ എന്താണ്, LDFിൻ്റെ പ്രതീക്ഷ എന്താണ്, ഉറച്ച സീറ്റുകൾ ഏതെല്ലാമാണ്, ഏതെല്ലാം ഇടത്താണ് സാധ്യതകളുള്ളത്, അങ്ങനെ വിശദമായ പരിശോധനയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും കോട്ടയം ഒക്കെ നമ്മൾ പരിശോധിച്ചു. ഇനി പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ല ഒരു കാലത്ത് 2011 തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന ജില്ലയാണ് പത്തനംതിട്ട. 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്ന കാലത്തൊക്കെയും UDFിൻ്റെ വലിയ കോട്ടയായിരുന്നു പത്തനംതിട്ട ജില്ല. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലകളൊക്കെ UDFിൻ്റെ വലിയ കോട്ടയായിരുന്നുവെങ്കിൽ പിന്നീട് 2011 മുതൽ പതിയെ അത് LDFിലേക്ക് വന്ന് കഴിഞ്ഞ തവണ പൂർണ്ണമായും 5 സീറ്റുകളും LDF വിജയിച്ച ഒരു മണ്ഡലമാണ്. ഇപ്പോൾ 5 സീറ്റുകളാണ് അവിടെ ഉള്ളത്. ഈ 5 ഇടത്തും കഴിഞ്ഞ തവണ LDFിനായിരുന്നു. പക്ഷേ UDFിൻ്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രതീക്ഷ ലോക്സഭയിൽ നേടിയ വലിയ വിജയം. തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും അടക്കം നേടിയ വലിയ വിജയമാണ്. ഏകപക്ഷീയമായ വിജയം എന്നൊക്കെ പറയാവുന്ന വലിയ വിജയം തന്നെയാണ് UDFിനെ സംബന്ധിച്ച് പ്രതീക്ഷ പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഈ പത്തനംതിട്ട ജില്ലയുടെ വിശദമായ രാഷ്ട്രീയം, ഈ ഇരു മുന്നണികളുടെയും പ്രധാനപ്പെട്ട പാർട്ടികളുടെയും ഒക്കെ പ്രതീക്ഷകൾ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കോട്ടയം ബ്യൂറോ ചീഫ് G. ശ്രീജിത്ത് കൂടി എനിക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ആദ്യം പത്തനംതിട്ട ജില്ലയുടെ പ്രാഥമികമായ ഒരു ഡേറ്റ ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ നിലവിൽ ഉള്ളത് 5 സീറ്റുകളാണ് പത്തനംതിട്ടയിലുള്ളത്. അടൂര്, തിരുവല്ല, കോന്നി, റാന്നി, ആറന്മുള, ഇങ്ങനെ 5 സീറ്റുകളാണ് നിലവിലുള്ളത്. ഈ 5 സീറ്റുകളിൽ എങ്ങനെയായിരുന്നു മുൻ തെരഞ്ഞെടുപ്പ് കാലത്തെ അനുഭവം അല്ലെങ്കിൽ ഇരുമുന്നണികളിലെ പ്രകടനം നോക്കാം. 2001 7 സീറ്റുകൾ ഉണ്ടായിരുന്ന കാലത്ത് 2001 കല്ലൂപ്പാറയും പത്തനംതിട്ടയുമാണ്, ഈ 2 സീറ്റുകളാണ് പിന്നീട് നഷ്ടമായത്. ഈ കല്ലൂപ്പാറയും പത്തനംതിട്ടയും ഉണ്ടായിരുന്ന കാലത്ത് 6 സീറ്റ് UDFിനായിരുന്നു. ഒറ്റ സീറ്റിൽ മാത്രമാണ് LDFിന് ജയിക്കാനായത്. അത് റാന്നിയിൽ മാത്രമായിരുന്നു LDFിന് ജയിക്കാനായത്. റാന്നി സ്ഥിരമായി LDF അങ്ങനെ നിലനിർത്തുന്ന ഒരു മണ്ഡലമാണ്. 2006 ആയപ്പോഴേക്ക് അത് 4-3 എന്നുള്ള അവസ്ഥയിലെത്തി. UDFിന് അപ്പോഴും മേൽക്കൈ ഉണ്ടായിരുന്നു. 2011 മണ്ഡല പുനർനിശ്ചയത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, അന്ന് 5 മണ്ഡലങ്ങളാണുള്ളത്. നിലവിലെ ഇപ്പോഴത്തെ 5 മണ്ഡലങ്ങൾ, ആ 5 മണ്ഡലങ്ങൾ വന്നപ്പോഴേക്ക് 2 സീറ്റ് UDF, 3 സീറ്റ് LDF ആയി. LDF ക്രമാനുഗതമായി LDFിൻ്റെ പ്രകടനം വർദ്ധിപ്പിച്ചു. 2016 അത് ഇടതു ഭരണം വന്ന 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കാലം, ആ സമയത്ത് 4-1 എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. 2021 ആകുമ്പോഴേക്കും പത്തനംതിട്ട ജില്ല UDFിൻ്റെ കോട്ടയായിരുന്ന പത്തനംതിട്ട ജില്ലയിൽ പൂർണ്ണമായും തന്നെ LDFിൻ്റെ കൈകളിലേക്ക് എത്തുന്ന 5 സീറ്റുകളും LDF ആധികാരിക ജയത്തോടുകൂടി LDF എത്തി. ഇതാണ് പത്തനംതിട്ട ജില്ലയുടെ ഏകദേശ ചിത്രം. അടൂർ സീറ്റ് പരിശോധിച്ചാൽ അറിയാം. അടൂർ സീറ്റിൽ UDF ആയിരുന്നു നേരത്തെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. 2006 ശേഷമാണ് അത് സംവരണ മണ്ഡലമായി മാറുമ്പോൾ അത് ചിറ്റയം ഗോപകുമാർ തുടർച്ചയായി 3 തവണ വിജയിച്ചു. 2011 16 21 ഒക്കെ ചിറ്റയം ഗോപകുമാർ വിജയിച്ച മണ്ഡലം കൂടിയാണ് അടൂര്. ചിറ്റയം ഗോപകുമാറിന് ആദ്യം 607 ആയിരുന്നു ഭൂരിപക്ഷമെങ്കിൽ രണ്ടാം തവണ എത്തിയപ്പോഴേക്കും 2016 എത്തിയപ്പോഴേക്കും അത് 25,000 വന്നു. 2021 എത്തുമ്പോൾ വീണ്ടും ഭൂരിപക്ഷം കുറഞ്ഞ് 2919 എത്തുന്നു. അതിനുശേഷം തിരുവല്ലയാണ്. തിരുവല്ലയിൽ നേരത്തെ കേരള കോൺഗ്രസിൻ്റെ വലിയ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലമാണ്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലമാണ് തിരുവല്ല. തിരുവല്ലയിൽ ആദ്യം മാമൻ മത്തായിയാണ് ജയിച്ചത്. മാമൻ മത്തായിയുടെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ എലിസബത്ത് മാമൻ മത്തായി മത്സരിക്കുന്നു 2001. അതാണ് ഉപതെരഞ്ഞെടുപ്പ് 2 UDF എന്ന് കാണിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായി മാത്യു ടി തോമസ് മത്സരിക്കുന്നു. മാത്യു ടി തോമസ് തുടർച്ചയായി ഇടതുമുന്നണിയിൽ വിജയം ആവർത്തിക്കുന്ന മണ്ഡലമാണ്. 8922 വോട്ടാണ് 2006 2011 അത് 10,737 2016 8,262. കഴിഞ്ഞ തവണ 11,421. അതാണ് അവിടുത്തെ അവസ്ഥ, തിരുവല്ലയിലെ അവസ്ഥ. ഇനി കോന്നിയാണ്. കോന്നി അടൂർ പ്രകാശിൻ്റെ മണ്ഡലമായിരുന്നു. അടൂർ പ്രകാശ് മത്സരിച്ച് ജയിച്ചുകൊണ്ട് 4 തവണ തുടർച്ചയായി ജയിച്ചതാണ് അടൂർ പ്രകാശ്. 2001 2006 2011 2016 അടൂർ പ്രകാശിനെ കോന്നിയിൽ പരാജയപ്പെടുത്തുക എന്നത് അത്രത്തോളം പ്രയാസമേറിയ ഒരു ഘട്ടമായി. കോന്നിയുമായി അത്രത്തോളം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു നേതാവ് അടൂർ പ്രകാശ് മാറുന്നു. പക്ഷേ അടൂർ പ്രകാശ് മാറി. അദ്ദേഹം ലോക്സഭയിൽ ആറ്റിങ്ങൽ മത്സരിച്ച് ആറ്റിങ്ങൽ ഇടത് കോട്ട പിടിച്ചെടുത്ത ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ KU ജനീഷ് കുമാറാണ് വിജയിക്കുന്നത്. അന്ന് അടൂർ പ്രകാശിൻ്റെ സ്ഥാനാർത്ഥിയെ റോബിൻ വിക്രം മത്സരിപ്പിക്കാൻ തയ്യാറാവാതെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ചൊക്കെ എന്തായാലും അവിടെ KU ജനീഷ് കുമാർ പിടിച്ചെടുക്കുന്നു. 2021 KU ജനീഷ് കുമാർ ഈ സീറ്റ് നിലനിർത്തുകയാണ്. 2021 30,811 വോട്ടിനാണ് വിജയിച്ചതെന്ന് ആലോചിക്കണം. അവിടെ അടൂർ പ്രകാശ് 20,000 വോട്ടിന് വിജയിച്ച സ്ഥാനത്താണ് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അവിടെ 9,953 10,000-ഓളം വോട്ടിന് KU ജനീഷ് കുമാർ ജയിക്കുന്നത്. ഇത്തവണയും അവിടെ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. മറ്റൊന്ന് റാന്നിയാണ്. റാന്നി രാജു എബ്രഹാമിൻ്റെ മണ്ഡലമായിരുന്നു. രാജു എബ്രഹാം തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന 5 തവണ തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ് റാന്നി. അവിടെ കഴിഞ്ഞ തവണ പ്രമോദ് നാരായണൻ മത്സരിക്കുന്നു. പ്രമോദ് നാരായണനും അവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു ജയിക്കുന്നു. രാജു എബ്രഹാം മാറിയപ്പോൾ
രാജു അബ്രഹാമിൻ്റെ വ്യക്തിപരമായ വോട്ടിലാണ് വിജയിക്കുന്നത്, പക്ഷേ മണ്ഡലം പരാജയപ്പെട്ടു പോകുന്നൊക്കെ ചിത്രമുണ്ടായിരുന്നെങ്കിലും അത് മാറി പ്രമോദ് നാരായണൻ 1255 കഷ്ടിച്ചാണ് കടന്നുകൂടിയെങ്കിലും അവിടെ 1255 വോട്ടിന് കടന്നുകൂടുന്നു. മറ്റേത് ആറന്മുളയാണ്. ആറന്മുളയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2001 UDF ആയിരുന്നു, 2006 അത് LDF ആകുന്നു. UDF എന്ന് പറഞ്ഞാൽ 2001 ഒരു പ്രത്യേകത, മാലോത്ത് സരളാദേവിയെ മത്സരിപ്പിക്കുമ്പോൾ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി വോട്ട് ചുവരെഴുതി പോസ്റ്റർ പതിച്ചതിന് ശേഷമാണ് കെ കരുണാകരൻ്റെ 3 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. എങ്കിലും മാലോത്ത് സരളാദേവിക്ക് അവിടെ വിജയിക്കാൻ കഴിഞ്ഞു. 2006ലേക്ക് എത്തുമ്പോഴേക്കും ആറന്മുള മണ്ഡലമാണ്. ആറന്മുള മണ്ഡലത്തിൽ 2006 KC രാജഗോപാലനാണ് വിജയിക്കുന്നത്. അന്ന് മാലോത്ത് സരളാദേവിയും മത്സരിക്കുന്നുണ്ട്, UDFന് മറ്റൊരു സ്ഥാനാർത്ഥിയുണ്ട്. അങ്ങനെ അവിടെ ആ ഒരു ഘട്ടത്തിലാണ് അന്ന് അവിടെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് 2011 കെ ശിവദാസൻ നായർ മണ്ഡലം വീണ്ടും പിടിച്ചെടുക്കുന്നു. പണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ച കെ ശിവദാസൻ നായർ 2006 ജയിച്ച കെ ശിവദാസൻ നായർ 2011 ആറന്മുളയിൽ എത്തുന്നു. ആറന്മുളയിൽ നിന്നും ആ മണ്ഡലം പത്തനംതിട്ട മണ്ഡലം ഇല്ലാതായി ആറന്മുളയിൽ നിന്ന് ജയിക്കുന്നു. അതിനുശേഷമാണ് LDF ഒരു വലിയ പരീക്ഷണം നടത്തുന്നത്. വീണ ജോർജ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകയായിരുന്ന ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയുടെ ഭാര്യയെ അങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ ഒരു പിന്തുണയോടുകൂടി വലിയൊരു പരീക്ഷണമാണ് നടത്തുന്നത്. ആ പരീക്ഷണത്തിൽ LDF വിജയിക്കുന്നു. അങ്ങനെയാണ് 2016 2021 LDF അവിടെ വിജയം ആവർത്തിക്കുന്നത്. വീണ ജോർജിലൂടെയാണ് 2 തവണയും അവിടെ വിജയം ആവർത്തിക്കുന്നത്. ആദ്യം വീണ ജോർജ് 7464 വോട്ടിനാണ് വിജയിച്ചെങ്കിൽ 2021 എത്തുമ്പോഴേക്കും വീണ ജോർജ് വിജയിക്കുന്നത് 19003 വോട്ടിനാണ്. 2 തവണയും കെ ശിവദാസൻ നായർ തന്നെയാണ് വീണ ജോർജ് പരാജയപ്പെടുത്തിയ തവണ കെ ശിവദാസൻ നായർക്ക് പകരം ആണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് അബിൻ വർക്കിയെ അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതാണ് ആറന്മുളയുടെ ചിത്രം. ഈ കല്ലൂപ്പാറ മണ്ഡലം പത്തനംതിട്ട മണ്ഡലവും രണ്ടും ഇല്ലാതായിപ്പോയ 2 മണ്ഡലങ്ങളാണ്. കല്ലൂപ്പാറയിൽ ജോസഫ് എം പുതുശ്ശേരി ആയിരുന്നു 2 തവണയും വിജയിച്ചത്. ജോസഫ് എം പുതുശ്ശേരി വിജയിച്ചുകൊണ്ട് KC ജോണിനെതിരെ മത്സരിച്ച് വിജയിച്ച ജോസഫ് എം പുതുശ്ശേരി പത്തനംതിട്ടയിലായിരുന്നു. പത്തനംതിട്ടയിൽ ആദ്യം KK നായരായിരുന്നു, പിന്നീട് ശിവദാസൻ നായരായിരുന്നു വിജയിച്ചത്. ഇതാണ് പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഇതുവരെയുള്ള കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളുടെ ഏകദേശം ഒരു ചിത്രം. UDFന് മേൽക്കൈ ഉണ്ടായിരുന്ന ഒരു സ്ഥലം നമുക്കിവിടെ അറിയാം. ഒറ്റ സ്ഥലത്ത് മാത്രം റാന്നി മാത്രം ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവിടെ നിന്ന് പതിയെ ചുവപ്പ് 3ലേക്ക് വരുന്നു. വീണ്ടും ചുവപ്പ് 5ആയപ്പോഴും 3-ൽ നിർത്തുന്നു. 2016 ചുവപ്പ് 4 സ്ഥലത്തെത്തുന്നു. 2021 പൂർണ്ണമായും ചുവപ്പിൽ തന്നെ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ UDF ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വലിയ വിജയത്തിലോടുകൂടിയാണ്. ഇനി നമുക്ക് പത്തനംതിട്ടയുടെ പ്രാഥമികമായ പ്രതീക്ഷകൾ കൂടി നോക്കാം. പത്തനംതിട്ടയിൽ LDF 5 സീറ്റിലും വിജയിക്കുമെന്നാണ് LDFിൻ്റെ പ്രാഥമികമായ കണക്കൂട്ടൽ. അതിൽ ഏറ്റവും പ്രധാനമായും കോന്നിയും റാന്നിയും അടൂരും അത് ആ 3 മണ്ഡലങ്ങൾ ഉറപ്പായും LDFിൻ്റെ വിജയത്തിൽ യാതൊരു സംശയവും LDF നേതൃത്വത്തിന് CPM നേതൃത്വത്തിനില്ല. തിരുവല്ലയിലും ആറന്മുളയിലും നേരിയ ഒരു സംശയമുണ്ടെങ്കിൽ പോലും അവർ സാധ്യത നിലനിർത്തുക തന്നെയാണ്. അത്തരം ഒരു സാധ്യതയിലൂടെ അവർക്ക് വിജയിക്കാനാവും. 5 സീറ്റും ഇത്തവണയും പിടിക്കാനാവും എന്നാണ് പ്രതീക്ഷ. പക്ഷേ തിരുവല്ലയും ആറന്മുളയും ഈ പഴയ പോലെ ഈ കോന്നിയോ റാന്നിയോ അടൂരോ കാണിക്കുന്ന ഒരു ആത്മവിശ്വാസം LDFിനില്ല. മറ്റൊന്ന് UDFിൻ്റെ പ്രതീക്ഷയാണ്. UDF ആറന്മുളയും അടൂരും കോന്നിയുമാണ്. ഈ 3 മണ്ഡലങ്ങൾ അവർ എന്തു വന്നാലും അവർ തന്നെ ജയിക്കും എന്ന് പറയുന്നു. 5 സീറ്റ് ജയിക്കും എന്ന് തന്നെയാണ് UDFിൻ്റെ പ്രതീക്ഷ. അവർ റാന്നിയിലും തിരുവല്ലയിലും സാധ്യത കാണുന്നു. ഇതിൽ തിരുവല്ല മാത്രമാണ് 2 മുന്നണികളും ഒരുപോലെ സാധ്യതയിൽ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് ഇട്ടിരിക്കുന്നത് തിരുവല്ല മാത്രമാണ്. അവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് വേണമെങ്കിൽ 2 മുന്നണികളിലെയും കണക്കൂട്ടലുകൾ വെച്ച് പറയാം. മറ്റൊന്ന് അടുത്തത് BJPയുടെ പ്രതീക്ഷയാണ്. BJPയുടെ പ്രതീക്ഷ കടുത്ത മത്സരം നടക്കുന്നത് തിരുവല്ലയിലും ആറന്മുളയിലുമാണ്. തിരുവല്ലയിലും ആറന്മുളയിലും ഒരു കടുത്ത മത്സരത്തിൽ ചിലപ്പോൾ BJPക്ക് 1ാം സ്ഥാനത്തോ അല്ലെങ്കിൽ 2ാം സ്ഥാനത്തോ ഒക്കെ കുമ്മനം രാജശേഖരനെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആറന്മുളയിൽ മത്സരിക്കുന്നു. അതോടൊപ്പം തന്നെ തിരുവല്ലയിൽ അനൂപ് ആന്റണിയെ പോലെ ഒരു നേതാവ് മത്സരിക്കുന്നു. അനൂപ് ആന്റണിക്ക് ഏറ്റവും ഗുണകരമായത് തിരുവല്ലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുമ്പോൾ തിരുവല്ലയിൽ നിന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ തരത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അനൂപ് ആന്റണിയെക്കുറിച്ചാണ്. അനൂപ് ആന്റണി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അനൂപ് ആന്റണി എൻ്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. രാജ്യത്ത് സുപ്രധാനമായ ചുമതലകളൊക്കെ വഹിക്കുന്ന ആളാണ്. അത്രത്തോളം വിഷനുള്ള ഒരു പ്രധാനമന്ത്രി ഒരു സ്ഥാനാർത്ഥിയെ BJPയുടെ മറ്റ് സ്ഥാനാർത്ഥികളെ ഒന്നും പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഈ തരത്തിലേക്ക് ഒരു പുകഴ്ത്തൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന തരത്തിലേക്കാണ് പുകഴ്ത്തൽ. അത് പുകഴ്ത്തലായാലും യാഥാർത്ഥ്യമായൊക്കെ പ്രധാനമന്ത്രി തീരുമാനിക്കേണ്ടതാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അത്ര ഒരു വലിയ പിന്തുണ അവിടെ അനൂപ് ആന്റണിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് BJPയെ സംബന്ധിച്ച് അവരൊരു കടുത്ത മത്സരം. അപ്പോഴും അവർ വിജയസാധ്യതയ്ക്ക് അപ്പുറത്തേക്ക് ചിലപ്പോൾ വിജയസാധ്യത എന്ന മട്ടിൽ തന്നെയാണ് അവർ കാണുന്നത്. എന്തായാലും എനിക്കൊപ്പം G. ശ്രീത്ത് കൂടി ചേരുന്നുണ്ട്. G. ശ്രീത്ത് ചേരുമ്പോൾ നമുക്ക് ആദ്യം പരിശോധിക്കേണ്ട മണ്ഡലം ആറന്മുളയാണ്. വീണ ജോർജ് മത്സരിക്കുന്ന, അബിൻ വർക്കി മത്സരിക്കുന്ന, കുമ്മനം രാജശേഖരൻ മത്സരിക്കുന്ന 3 മുന്നണിയിലെയും കരുത്തരായ 3 സ്ഥാനാർത്ഥികൾ. ഓർത്തഡോക്സ് സഭയിൽ നിന്ന് തന്നെ 2 പേർ മത്സരിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഓർത്തഡോക്സ് സഭയിൽ നിന്നാണ് വീണ ജോർജിന് പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ അതേ സഭയുടെ പിന്തുണയോടുകൂടി അബിൻ വർക്കി കൂടി മത്സരിക്കുന്നു. സഭാ പിന്തുണയോടുകൂടിയാണ് അബിൻ വർക്കി വന്നതെന്ന് പറയുന്നു. ആർക്കാണ് സ്വാധീനമെന്ന് പ്രധാനം. 2 ക്രിസ്ത്യാനികൾ ആ മറുഭാഗത്ത് മത്സരിക്കുന്നു. അവിടെ ഒരു ഹിന്ദു വിജയിക്കണ്ടേ എന്നൊക്കെയുള്ള ഒരു ചോദ്യവുമായി ആറന്മുള ഹിന്ദു
ഹിന്ദുക്കളുടെ കൂടി നാടല്ലേ എന്നുള്ള ലേശം അത്തരം തരത്തിൽ മതപരമായ ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം കുമ്മൻ രാജശേഖരന്റെ നേതൃത്വത്തിൽ BJP നടത്തുന്നുണ്ട്. അതിന് ആ ഒരു മണ്ഡലത്തിലേക്ക് നോക്കിയാൽ മണ്ഡലത്തിന്റെ പ്രാഥമികമായ ചിത്രം ഇതാണ്. 2011 ചിത്രത്തിൽ UDF അവിടെ വിജയിച്ചത് 64,845 വോട്ടിനാണെങ്കിൽ അവിടെ അന്ന് 10,277 വോട്ട് മാത്രമാണ് NDAക്ക് ഉണ്ടായിരുന്നത്. 2016 എത്തുമ്പോഴേക്കും 2016 LDF വീണ ജോർജിലൂടെ, ഇത് കെ ശിവദാസൻ നായരാണെങ്കിൽ ഇത് വീണ ജോർജിലൂടെ LDF പിടിച്ചെടുക്കുന്നു. 64,523 വോട്ടാണ്. അന്ന് 56,877 വോട്ട് മാത്രമാണ് UDF ലഭിക്കുന്നത്. അന്ന് NDAക്ക് 37,906 വോട്ട് അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ആറന്മുളയിലെ പ്രത്യേകത. ആറന്മുളയിൽ 37,000 MD രമേശാണെന്ന് മത്സരിച്ചത്. 38,000 എന്ന് കൂട്ടാം. 37,906 വോട്ടാണ് MD രമേശിലൂടെയാണ് അവിടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. 2021 വരുമ്പോഴും വീണ ജോർജ് തന്റെ ഭൂരിപക്ഷം ഇരട്ടിപ്പിക്കുന്നു. ഇരട്ടിപ്പിച്ച് 74,000 എത്തിക്കുന്നു. 19,000 ഭൂരിപക്ഷമാവുന്നു. 55,000 ശിവദാസൻ നായർ തന്റെ വോട്ട് നിലനിർത്തിയെങ്കിലും ശിവദാസൻ നായരുടെ വോട്ട് നിലനിർത്തുമ്പോൾ തന്നെ 56,877 55,000 1000 വോട്ടിന്റെ വ്യത്യാസം, കഷ്ടിച്ച് 1000 വോട്ടിന്റെ ഇല്ല 900 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് വന്നത്. പക്ഷേ വീണ ജോർജ് അവിടെ വലിയ വർധനമുണ്ടാക്കി. ആ വർധനമുണ്ടായത് ഇവിടെ കൂടിയാണ്. 37,000 വോട്ട് കിട്ടിയ സ്ഥാനത്ത് നിന്ന് അവിടെ 38,000 എന്ന് കൂട്ടാം. 38,000 കിട്ടിയ സ്ഥാനത്ത് നിന്ന് 29,000 ഏകദേശം 9,000 വോട്ടിന്റെ വ്യത്യാസം ഇവിടെ BJPക്ക് കുറവുണ്ടാകുന്നു. BJPക്ക് സാബു ജോർജാണ് മത്സരിച്ചത്. BJPക്ക് വേണ്ടി മത്സരിച്ചത് ബിജു മാത്യു ആണ്. ബിജു മാത്യു മത്സരിക്കുമ്പോൾ 29,000 അവരുടെ വോട്ട് കുറയുന്നു. ആ വോട്ട് കൂടി വീണ ജോർജ് പിടിച്ചെടുത്ത് വീണ ജോർജ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നു. ഇത്തവണ വീണ ജോർജും അബിൻ വർക്കിയും കുമ്മൻ രാജശേഖരനും തമ്മിലാണ് മത്സരം. ശ്രീജിത്ത്, കേരളത്തിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലം, 3 മുന്നണികൾക്കും ഒരുപോലെ പ്രസ്റ്റീജിയസ് ആയ ഒരു മണ്ഡലം, കേരളമാകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മണ്ഡലം, ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് മത്സരിക്കുന്ന ഒരു മണ്ഡലം. ആ ഒരു മണ്ഡലത്തിൽ ഈ ആരുടെ രണ്ട് കൂട്ടരും LDFും UDFും ഒരുപോലെ തന്നെ അവിടെ വിജയം പ്രതീക്ഷിക്കുന്നു. ഒരു അട്ടിമറി സാധ്യത BJPയും പ്രതീക്ഷിക്കുന്നു. എന്താണ് ഫലത്തിൽ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? പ്രവചനാതീതം എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭാംഗങ്ങളായ 2 പേർ ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഇതാദ്യമാണ്. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥിയായി വന്ന ആൾ ബിജു മാത്യു, അദ്ദേഹം ഓർത്തഡോക്സ് സഭയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അദ്ദേഹത്തിന് BJP വോട്ടുകൾ 29,000 എത്താൻ കഴിഞ്ഞുള്ളൂ. അവിടെ വീണ ജോർജിന് 70,000 പരം വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതായത് വീണ ജോർജിലേക്ക് ഓർത്തഡോക്സ് വോട്ടുകൾ കാര്യമായി തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്തി എന്നുള്ളതാണ്. ഇത്തവണ 2 പേർ ജയിക്കാനായി 2 പേർ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എത്തുമ്പോൾ സഭയുടെ വോട്ടുകൾ എങ്ങോട്ടേക്ക് കേന്ദ്രീകരിക്കും എന്നത് തന്നെയാണ് ആറന്മുളയുടെ വിജയം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതായി വരിക. രണ്ടാമത് കുമ്മനം രാജശേഖരൻ BJPക്ക് ഒരുപക്ഷെ തിരുവനന്തപുരത്തൊക്കെ എത്രത്തോളം പരിചിതനാണോ അതിനേക്കാൾ പരിചിതനാണ് ആറന്മുളയിൽ. അദ്ദേഹത്തിന്റെ ഒരു തട്ടകം, അദ്ദേഹം കോട്ടയം കുമ്മനംകാരനാണെങ്കിൽ പോലും അദ്ദേഹം ആറന്മുള കേന്ദ്രീകരിച്ച് കാലങ്ങൾ പ്രവർത്തിച്ച ആളാണ്. അവിടുത്തെ ഓരോ വീടുകളുമായി ബന്ധമുള്ള ആളാണ്. അവിടെ നേരത്തെ പറഞ്ഞ ഒരു സാമുദായിക സമവാക്യം കൂടി, 2 ഓർത്തഡോക്സുകാർ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് നിന്ന് ഒരു ഈ കുമ്മനത്തെ പോലൊരാൾ മത്സരിക്കുമ്പോൾ അവിടെ ഒരു സാമുദായിക ഏകീകരണം ഒരുപക്ഷെ BJPക്ക് ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവരെ സംബന്ധിച്ചുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ സർക്കാർ വിരുദ്ധ വികാരം എന്തായാലും ഉണ്ടാകും. പക്ഷെ അതിൽ കുമ്മനം കുറെ വോട്ടുകൾ കൂടി, അബിന് കിട്ടേണ്ട കുറെ വോട്ടുകൾ കൂടി ചോർത്തിക്കൊണ്ട് പോകുമോ എന്നുള്ളതാണ്. അവിടെയാണ് CPMന്റെ വിജയപ്രതീക്ഷയും ഉള്ളത്. പക്ഷേ ഇത്തവണ കഴിഞ്ഞ കുറേ കാലങ്ങളായി തുടർച്ചയായി വിവാദങ്ങളിൽ പെടുന്ന വീണ ജോർജ്, ഏറ്റവും ഒടുവിൽ കണ്ണൂരിലുണ്ടായ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങൾ, ഇതെല്ലാം വീണയ്ക്ക് ദോഷകരമായി ബാധിക്കും എന്നാണ് UDF ക്യാമ്പും BJP ക്യാമ്പും ഒക്കെ വിലയിരുത്തുന്നത്. മാത്രമല്ല CPMലും അവിടെ ചില വലിപ്പച്ചെറുപ്പങ്ങളുടെ കാര്യത്തിൽ വീണയ്ക്ക് കൂടുതൽ അംഗീകാരം ലഭിച്ചു എന്ന തരത്തിലുള്ള പ്രചരണം തുടക്കം മുതലേ ഉണ്ടായിരുന്നതാണ്. അത് ഇത്തവണ അത് കൂടുതൽ പ്രതിഫലിക്കും. പ്രത്യേകിച്ച് മന്ത്രി എന്ന നിലയിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പാർട്ടി പ്രവർത്തകരെ അടക്കം ദോഷകരമായി ചിന്തിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ആ വോട്ടൂടെ കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ ഇപ്പോഴത്തെ BJPയുടെ ഒക്കെ കണക്കുകൂട്ടൽ. അങ്ങനെ വീണെ തോൽപ്പിക്കാമെന്ന് പ്രധാനമായും ഇടത് കണക്കൂട്ടൽ, CPMന്റെ ഒക്കെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് ഒരു കുമ്മനം രാജശേഖരൻ നിൽക്കുമ്പോൾ UDFന് കിട്ടിക്കൊണ്ടിരുന്ന ചില ഒരു പ്രബലമായ വിഭാഗം, നായർ വിഭാഗം അവിടുത്തെ പ്രധാന വോട്ടിൽ നിർണായകമാണ്. ഈ വോട്ടിൽ നല്ലൊരു ശതമാനം വോട്ട് അത് കുമ്മനം രാജശേഖരനിലേക്ക് പോകും എന്ന് കണക്കൂട്ടുന്നു. അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുടെ ആകെ ഒരു പിന്തുണയൊക്കെ അബിൻ വർക്കി അവകാശപ്പെടുമ്പോഴും ഓർത്തഡോക്സ് സഭയ്ക്ക് ഈ ആറന്മുളയിലുള്ള ഒരു പിന്തുണ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നത് വീണ ജോർജിനാണ്.
വികസനമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ വീണ ജോർജ് അവിടെ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തവണ നേടിയ 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഇത് മൂന്നുമാണ് ഇടതുമുന്നണി കാണുന്നത്. പക്ഷേ UDF കാണുന്ന അങ്ങനെയല്ല. വീണ ജോർജിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അപ്പുറം കണ്ണൂരിൽ നടന്നത് ഒരു നാടകമാണെന്നും ആ നാടകത്തിലൂടെ വീണ ജോർജ് അതുവരെ ഉണ്ടാക്കിയ പ്രതിച്ഛായ എല്ലാം നഷ്ടപ്പെട്ടു പോയെന്നും കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും കുമ്മനം രാജശേഖരൻ വിജയിക്കും എന്നൊരവസ്ഥ എവിടെയും മണ്ഡലത്തിൽ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അബിൻ വർക്കിക്കാണ് വിജയം ഉണ്ടാകുന്നതെന്നും അബിൻ വർക്കിക്കായിരിക്കും ഓർത്തഡോക്സ് സഭയുടെ അടക്കം വോട്ട് കിട്ടുക എന്നതാണ് അവരുടെ അടിസ്ഥാനം. ഈ കണക്കുകൾ തമ്മിൽ ഒരു കാരണവശാലും യോജിക്കുന്നില്ല. ഇതിലെവിടെയാണ് കൂടുതൽ സാധ്യത കാണുന്നത്? രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, ഓർത്തഡോക്സ് സഭയുടെ വോട്ടുകൾ എങ്ങനെ പിടിച്ചെടുക്കണമെന്ന് വ്യക്തമായ ധാരണയുള്ള ആളാണ് വീണ ജോർജ്. അത് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും അവർ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഓർത്തഡോക്സ് സഭയ്ക്ക് അങ്ങനെ അങ്ങ് കൈവിട്ട് കളയാൻ കഴിയുന്ന ആളല്ല അബിൻ വർക്കി. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയ ശേഷമുള്ള അധ്യക്ഷ സ്ഥാനത്തേക്കൊക്കെ അബിന് പരിഗണിക്കാതിരുന്നപ്പോൾ പരസ്യമായി രംഗത്ത് വന്നതാണ്. പക്ഷേ മന്ത്രി എന്ന നിലയിലടക്കം വീണ ജോർജ് ഓർത്തഡോക്സ് സഭയ്ക്ക് അടക്കം വളരെ വേണ്ടപ്പെട്ട ഒരാളായി മാറിയിരുന്നു. അങ്ങനെ സഭയ്ക്ക് പെട്ടെന്ന് കൈവിടാൻ കഴിയുമോ എന്ന ചോദ്യം ഒന്നവിടെ നിൽക്കുകയാണ്. രണ്ടാമത്തെ ഏറ്റവും ഗൗരവമേറിയ ചോദ്യം കുമ്മനം പിടിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. ആറന്മുളയുടെ വിജയ ഫാക്ടറിൽ അത് നേരത്തെ പറഞ്ഞതുപോലെ നായർ സമുദായത്തിന്റെ വോട്ടുകൾ അതേ സമുദായ അംഗമായ കുമ്മനത്തിലേക്ക് കുറേ വോട്ടുകൾ കാര്യമായി പോയാൽ അത്ഭുതപ്പെടാൻ കഴിയില്ല. പത്തനംതിട്ട ജില്ലയിൽ ഏതാണ്ട് 40,000-ൽ പരം വോട്ടുകൾ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും BJP നേടിയൊരു ജില്ല കൂടിയാണ് ആറന്മുള നിയോജക മണ്ഡലം. അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ കുമ്മനത്തിന്റെ വോട്ട് അതിനു മുന്നിലേക്ക് പോയാൽ പക്ഷെ അത് കൂടുതൽ ബാധിക്കുക അത് ഒരുപക്ഷെ UDF സ്ഥാനാർത്ഥിയെ തന്നെയായിരിക്കും. അവിടെയാണ് LDF കാര്യമായ വിജയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ശരി ശ്രീത്തെ, നമുക്ക് ഇനി പ്രധാനപ്പെട്ട മണ്ഡലം ഈ 5 മണ്ഡലങ്ങളിൽ ആറന്മുളയാണ് ഏറ്റവും പ്രധാനമായ മത്സരം അങ്ങനെ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു മണ്ഡലം 2 കൂട്ടരും ഒരുപോലെ സാധ്യതയിലിട്ടിരിക്കുന്ന ഒരു മണ്ഡലം തിരുവല്ലയാണ്. തിരുവല്ലയെ സംബന്ധിച്ച് മാത്യു ടി തോമസിൻ്റെ ഒരു വലിയ കുത്തകയായിരുന്നു. അവിടെ മാത്യു ടി തോമസിന് അവിടെ വലിയ വിജയം, മാവൻ മത്തായിയുടെ വിജയം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ എലിസബത്ത് മാവൻ മത്തായി വിജയിക്കുന്നു. അതിനുശേഷം വരുന്ന 2006 മുതൽ മാത്യു ടി തോമസ് തുടർച്ചയായി വിജയിച്ചുകൊണ്ട് 2006-ൽ 8,922, 2011-ൽ 11,737, 2016-ൽ 8,262, 2021-ൽ 11,421 വോട്ട് അടക്കം. ആ ഏറ്റവും അവസാന നിമിഷം മാത്യു ടി തോമസിനെതിരെ കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദരേഖ വരുന്നു. ശബ്ദരേഖ വ്യാജമാണ് എന്ന് പറയുന്നു. എന്തായാലും അങ്ങനെ ഇതുവരെയും അങ്ങനെ ഒരു അഴിമതിയുടെ കറ എവിടെയും പുരണ്ടിട്ടുള്ള ഒരാളല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അഴിമതി നടത്തുമെന്ന് ജനമടക്കം വിശ്വസിക്കുന്ന ഒരാളല്ല മാത്യു ടി തോമസ്. അങ്ങനെ ഒരു പ്രതിച്ഛായയുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായി കാര്യമായ ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി മറുപക്ഷത്തിനുണ്ട്. എന്തായാലും ഇത്തവണ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വർഗീസ് മാമൻ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് അവിടെ ഈ അനൂപ് ആന്റണിയുടെ പ്രവേശവും. അനൂപ് ആന്റണിയുടെ പ്രവേശം കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. ഈ 2016-ൽ 31,439 വോട്ടും കാളിദാസ ഭട്ടതിരി അക്കിരമൺ കാളിദാസ ഭട്ടതിരി മത്സരിച്ചപ്പോഴാണ് ഈ 31,439 വോട്ട് അവിടെ കിട്ടിയത്. അശോകൻ കുട്ടള അതിനുശേഷം മത്സരിക്കുമ്പോൾ 2021 ആകുമ്പോൾ 23,674. ഈ 2 ആറന്മുളയുടെ ആയാലും തിരുവല്ലയുടെ പ്രത്യേകത BJPക്ക് 2016-ൽ ഉണ്ടായ ഒരു നേട്ടം 2021-ൽ 2 സ്ഥലത്തും ഉണ്ടാകുന്നില്ല. പക്ഷേ അനൂപ് ആന്റണി ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ വരുന്നു. ആ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി അവിടെ വരികയും അനൂപ് ആന്റണിക്ക് പ്രധാനമന്ത്രി നൽകിയ പിന്തുണയൊക്കെ വെച്ച് അവരും ഒരു പ്രതീക്ഷ വെക്കുന്നു. അവിടെ എങ്ങനെയാണ് ഈ കാൽക്കുലേഷൻ? UDF എന്തുകൊണ്ടാണ് അവിടെ ഇത്ര ഉറച്ച രീതിയിൽ അവിടെ പിടിച്ചെടുക്കാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നത്? കിരൺ, ഈ ആറന്മുള നിയോജക മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിന് പോയതാണ്. ആ ഘട്ടത്തിൽ പ്രാദേശികമായ നിരവധി വികസന പ്രവർത്തനങ്ങൾ വളരെ കാര്യമായി ചർച്ച ചെയ്യുന്നു. UDF ആരോപണം ഉന്നയിക്കുന്നു, ഇടതുമുന്നണി മറുപടി പറയുന്നു. തിരുവല്ല ബൈപ്പാസ് ഉൾപ്പെടെ ഒരുപാട് വിഷയങ്ങളിൽ അങ്ങനെ ചില പ്രാദേശിക ചർച്ച. ആറന്മുള എന്നാണ് പറഞ്ഞത്, തിരുവല്ല ആണ് ഉദ്ദേശിച്ചത്. പറഞ്ഞോളൂ. ക്ഷമിക്കണം, തിരുവല്ല ആ തരത്തിൽ തിരുവല്ല ബൈപ്പാസ് ഉൾപ്പെടെയുള്ളവ പ്രാദേശികമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് അവിടെ സംവിധായകൻ ബ്ലസ്സിയെ പോലെ ഉള്ള ഒരാൾ ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഫലത്തിൽ UDF കാൻഡിഡേറ്റിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത് പ്രാദേശികമായി വലിയ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെയാണ് ഒരു ബോംബ് വീഴുന്ന പോലെ അനൂപ് ആന്റണി എന്ന സ്ഥാനാർത്ഥിത്വവും അദ്ദേഹത്തെ പ്രധാനമന്ത്രി വളരെ കാര്യമായി പ്രശംസിക്കുകയൊക്കെ ചെയ്തത്. 2 വൈദികരുടെ മക്കളാണ് ഈ വർഗീസ് മാമനും മാത്യു ടി തോമസും. അതൊരു പ്രധാനപ്പെട്ട ഘടകം. ഈ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് കാര്യമായ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവല്ല. മർത്തോമ സഭയ്ക്കുള്ളതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക സഭയ്ക്കും പെന്തക്കോസ്ത് സഭയ്ക്കും ഒക്കെ സ്വാധീനമുള്ള സ്ഥലമാണ്. അവിടെയാണ് മലങ്കര കത്തോലിക്ക സഭയിൽ നിന്നുള്ള ഒരു അംഗം എന്ന നിലയിൽ അനൂപ് ആന്റണി ആ സഭയിലെ വോട്ടുകൾ കൂടി പരമാവധി ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഈ പ്രാദേശികമായി ഈ ഏതാണ്ട് 20 വർഷമായി മാത്യു ടി തോമസ് അതുകൊണ്ടൊന്ന് മാറണം,
എന്നൊരു വികാരം UDF കാര്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് താഴെ തട്ടിൽ അത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തെരഞ്ഞെടുപ്പ് ഈ പ്രചരണ രംഗത്തെത്തുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ ആറന്മുളയെ നമ്മൾ UDF വോട്ടുകളാണ് ഈ BJP പിടിച്ചതെങ്കിൽ തിരുവല്ലയിലേക്ക് എത്തുമ്പോൾ ഈ മാത്യു ടി തോമസിന് ലഭിച്ചിരുന്ന പരമ്പരാഗത വോട്ടുകൾ, അത് CPM-ന്റെ ഒന്നും കടുത്ത വോട്ടുകളല്ല, അതിനപ്പുറത്തേക്ക് പല സഭാ വോട്ടുകളും ഇത്തവണ അനൂപ് ആന്റണി പിടിച്ചേക്കും എന്നൊരു കണക്കുകൂട്ടൽ കൂടിയുണ്ട്. അതായത് ആറന്മുളയുടെ കണക്കല്ല തിരുവല്ലയിൽ എത്തുമ്പോൾ എന്നുള്ള കണക്ക്. ഒരു കാര്യം ഉറപ്പാണ്, വളരെ സജീവമായ ഒരു യുവമുഖം എന്ന നിലയിൽ അനൂപ് ആന്റണി വളരെ കാര്യമായി മണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് മാസങ്ങൾക്ക് മുമ്പേ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ ഏതാണ്ട് 30,000 2016 അക്കിരമൺ പിടിച്ച വോട്ടിന് അപ്പുറത്തേക്ക് വളരെ കാര്യമായി മുന്നോട്ട് പോകാൻ അനൂപിന് കഴിഞ്ഞാൽ അത് ആരുടെ ജയത്തെ ബാധിക്കും എന്നതാണ് ചോദ്യം. അവിടെ LDF ക്യാമ്പ് ഒരൽപ്പം ആശങ്കയിലാണ്. UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും സാധാരണ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായുള്ള UDF വോട്ടുകൾ കൂടി കുറച്ചെങ്കിലും അനൂപിലേക്ക് പോയാൽ അവിടെ ഒരുപക്ഷെ മാത്യു ടി തോമസ് സേഫ് ആകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. കിരൺ, ശ്രീജിത്ത്, ഇനി നമുക്ക് പരിശോധിക്കേണ്ടത് കോന്നി മണ്ഡലമാണ്. കോന്നിയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം LDF ഉറപ്പിച്ചു പറയുന്നു, കോന്നി എന്ത് വന്നാലും LDF വിജയിക്കുമെന്ന് LDF ഉറപ്പിച്ച് പറയുന്നു. UDF-ഉം ഉറപ്പിച്ച് പറയുന്നുണ്ട് കോന്നി എന്ത് വന്നാലും വിജയിക്കുമെന്ന്. ഈ രണ്ടുപേരും ഒരുപോലെ വിജയസാധ്യത അവകാശപ്പെടുന്ന അല്ലെങ്കിൽ വിജയം കണക്കൂട്ടുന്ന രണ്ടുപേരും എങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തെയും പ്രധാനപ്പെട്ട നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ കണക്കുകൾ നിരത്തി തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കോന്നിയിൽ വിജയിക്കുന്നതെന്നത് വളരെ കൃത്യമായി തന്നെ പറയുന്നു. അവിടെ KU ജനീഷ് കുമാർ എന്നുള്ള സ്ഥാനാർത്ഥി MLA നടത്തിയ പ്രവർത്തനങ്ങൾ അത് LDF-ന് ഗുണകരമായിരിക്കുമെന്ന് പറയുന്നു. സതീഷ് കൊച്ചുപറമ്പിലിനെ പോലെ ഒരാൾ വരുമ്പോൾ അത് അടൂർ പ്രകാശിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. അടൂർ പ്രകാശിൻ്റെ ബന്ധു കൂടിയാണ്. അവിടെ കോൺഗ്രസിൽ ഇത്തവണ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറിയെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പഴയ പാരമ്പര്യത്തിൽ തന്നെ എങ്ങനെയാണോ അടൂർ പ്രകാശ് ജയിച്ചിരുന്നത് അതേ പാരമ്പര്യത്തിൽ തന്നെ ഇത്തവണ വിജയിക്കാൻ കഴിയും എന്ന് പറയുന്നു. ഈ രണ്ടുപേരുടെ അവകാശവാദങ്ങൾ പരിശോധിക്കുമ്പോൾ ആരുടെ അവകാശവാദത്തിനാണ് ഒരു മേൽക്കൈ ഉണ്ടാവാൻ സാധ്യതയുള്ളത്? കോന്നി കുറച്ചുകൂടി കൃത്യമാണ് എന്നാണ് കിരൺ തോന്നുന്നത്. ഈ അടൂർ പ്രകാശിന്റെ ബന്ധുവാണ് എന്ന് പറയുമ്പോഴും അടൂർ പ്രകാശിനോളം എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അടൂർ പ്രകാശിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായ റോബിൻ പീറ്ററെ അടൂർ പ്രകാശ് തന്നെ കളത്തിലിറങ്ങിയിട്ട് പോലും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതായത് പരമ്പരാഗതമായി ഒരു ഇടത് മണ്ഡലമായി നിൽക്കുന്ന സ്ഥലമാണ് കോന്നി. അവിടെ അടൂർ പ്രകാശ് എന്ന ഒരുപക്ഷെ ഇലക്ഷൻ മജീഷ്യൻ എന്നൊക്കെ നമുക്ക് വിലയിരുത്താം. ഇപ്പുറത്ത് പോയി ആറ്റിങ്ങൽ പോയി ആ മണ്ഡലം പിടിച്ചു പിടിക്കുക, ആ ഒരു മണ്ഡലം എങ്ങനെ പിടിക്കണമെന്ന് കൃത്യമായി അറിയാവുന്ന ആളാണ് അടൂർ പ്രകാശ്. അങ്ങനെയാണ് കോന്നി അടൂർ പ്രകാശ് കയ്യിൽ നിർത്തിയിരുന്നത്. അതിനപ്പുറത്തേക്ക് റോബിൻ പീറ്ററേക്കാൾ അതിശക്തനായ സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് എന്ന് നമുക്ക് കരുതാൻ വയ്യ. പക്ഷേ സംസ്ഥാനത്തുടനീളം ഒരു ഇടത് വിരുദ്ധ തരംഗം ഉണ്ടായാൽ കോന്നിയും ഒരുപക്ഷെ ആടി ഉലയാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ജനീഷ് കുമാർ സജീവമായി അവിടെ നിറഞ്ഞു നിന്നിരുന്ന ആളാണ്. വികസന പ്രവർത്തനങ്ങളടക്കം പല പ്രവർത്തനങ്ങളും കാഴ്ചവെച്ച ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്ര കാലം അവിടെ നിൽക്കുന്ന ജനീഷ് കുമാറിനെ അട്ടിമറിക്കാൻ തക്കവണ്ണം പറ്റിയ ആളാണോ സതീഷ് കൊച്ചുപറമ്പിൽ എന്ന ചോദ്യം അവിടെ ഉയർന്നു വരികയാണ്. അതൊരു പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അവിടെയും ഈ സംസ്ഥാനത്തൊട്ടാകെ എന്തെങ്കിലും തരത്തിലുള്ള തരംഗം ഉണ്ടായാൽ മാത്രമായിരിക്കും അതിന് ഇടതിന് നഷ്ടമാകാൻ സാധ്യത. കിരൺ, ഇനി അടുത്തത് ശ്രീജിത്ത്, നമുക്ക് റാന്നിയിലേക്കാണ് വരേണ്ടത്. റാന്നിയെ സംബന്ധിച്ച് നമ്മൾ ആദ്യം തുടക്കത്തിൽ കണ്ടു, റാന്നി മണ്ഡലം ചുവന്നു തന്നെ എല്ലാ കാലത്തും നിൽക്കുന്ന മണ്ഡലമാണ്. രാജു എബ്രഹാമിന്റെ ഒരു വലിയ നേട്ടം കൊണ്ടാണ് അവിടെ റാന്നി ചുവന്നു നിന്നത്. അത് മണ്ഡലത്തിന്റെ UDF സ്വഭാവത്തെ മറികടക്കാൻ കഴിഞ്ഞത് എന്നൊക്കെ വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ പ്രമോദ് നാരായണൻ, പഴയ CPM-കാരനാണ്, പിന്നീട് കോൺഗ്രസ് വഴി കേരള കോൺഗ്രസ് എത്തിയ ആളാണെങ്കിൽ പോലും പ്രമോദ് നാരായണൻ അവിടെ എത്താനും ഭൂരിപക്ഷം കുറവായിരുന്നു എങ്കിലും 1285 വോട്ടിന്, നേരത്തെ രാജു എബ്രഹാം 14,000-ലും വോട്ടിന് ജയിച്ച സ്ഥലത്താണ്. പക്ഷേ അവിടെ 1285 വോട്ടിന് വിജയിക്കാൻ കഴിഞ്ഞ തവണ പ്രമോദ് നാരായണൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, പ്രമോദ് നാരായണൻ നിയമസഭാ പെർഫോമൻസിലുമൊക്കെ വളരെ മികച്ച പ്രാസംഗികൻ എന്ന നിലയ്ക്കുമൊക്കെ നിയമസഭയിലൊക്കെ അതിശക്തമായ രീതിയിൽ ഇടപെടുകയും മണ്ഡലം ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്ത ആൾ എന്നുള്ള പ്രതിച്ഛായയുണ്ട്. പക്ഷേ പഴകുളം മധുവിനെ പോലെ ദീർഘകാലമായി പത്തനംതിട്ടയിലുള്ള ഒരാളാണ് കോൺഗ്രസിൽ നിന്ന് മത്സരിക്കുന്നത്. പഴകുളം മധുവിന് പത്തനംതിട്ടയുമായിട്ടുള്ള എത്രയോ, ഒരുപക്ഷെ പ്രമോദിനേക്കാൾ പഴകുളം മധുവിന് പത്തനംതിട്ടയിൽ അങ്ങനെ ബന്ധവും ഒക്കെ ഉള്ള ഒരാളാണ്. ഈ രണ്ട് ഭാഗത്തു നിന്നും മത്സരിക്കുന്ന രണ്ട് കരുത്തരായ രണ്ടുപേർ വരുമ്പോൾ രണ്ട് കൂട്ടരും ഒരുപോലെ ഇവിടെ ഒരു വിജയം അവകാശപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ ചെറിയ മാർജിൻ മറികടക്കാൻ കഴിയുമെന്ന് പഴകുളം മധു പറയുമ്പോൾ കഴിഞ്ഞ തവണത്തെ മാർജിനല്ല, ആ മാർജിൻ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് പ്രമോദ് നാരായണൻ നിൽക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം കൂടി ചേർത്ത് തനിക്ക് വോട്ട് കിട്ടുമെന്നാണ് പ്രമോദിന്റെ പ്രതീക്ഷ. അവിടെ ആരുടെ പ്രതീക്ഷയ്ക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത്? കിരൺ, അവിടെയും ഒരു ഇഞ്ചോടിഞ്ചു പോരാട്ടം, പ്രവചനാതീതം എന്ന് പറയാൻ കാരണം അവിടെ ഇത്തവണ BJP-യോ അല്ലെങ്കിൽ BDJS-ഓ അല്ല മത്സരിക്കുന്നത് എന്നുള്ളതാണ്. അത് അവിടുത്തെ ഒരു പ്രധാന ഫാക്ടറാണ്. പ്രത്യേകിച്ച് 2020-യുടെ
സ്ഥാനാർത്ഥിയായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് ഒരാളാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ശബരിമല വിഷയമൊന്നും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് പോലും NDAയുടെ സ്ഥാനാർത്ഥി അവിടെ പറയുകയും പിന്നീട് കുമ്മനം രാജശേഖരൻ അത് തിരുത്തി പറയുകയും ഒക്കെ ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം അവിടെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരുപക്ഷെ ഒരു ഹിന്ദു വോട്ട് ബാങ്കിനെ കാര്യമായി സ്വാധീനിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അത് സ്വാധീനിക്കുന്നത് ഒരുപക്ഷെ സർക്കാർ വിരുദ്ധമാണെങ്കിൽ അത് ഒരുപക്ഷെ പഴകുളം മധുവിന് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ രാജു അബ്രഹാം പതിറ്റാണ്ടുകൾ കൈവെള്ളയിൽ സൂക്ഷിച്ചു വെച്ച ഒരു മണ്ഡലം അത് പ്രമോദ് നാരായണൻ കഷ്ടിച്ച് ജയിച്ചു. ഒരു ഇടത് തരംഗത്തിലാണ് കഷ്ടിച്ച് ജയിച്ചത്. പക്ഷേ അദ്ദേഹം കാര്യമായി തന്നെ അവിടെ നിന്ന് പ്രവർത്തിച്ചു എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു അനുകൂല ഘടകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ ഈ പറഞ്ഞ ഫാക്ടറുകളൊക്കെ 2020 സ്ഥാനാർത്ഥി എന്നതുള്ള ഒക്കെ ചേർത്ത് വെച്ച് വരുമ്പോൾ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ നടക്കുന്നു എന്നതാണ്. ശരി ശ്രീത്തെ, നമുക്ക് വേഗത്തിൽ ഒരു മണ്ഡലം കൂടി നോക്കേണ്ടതുണ്ട്. അത് അടൂരാണ്. അടൂരിനെ സംബന്ധിച്ച ചിത്രത്തിൽ അടൂർ UDF മണ്ഡലമായിരുന്നു. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു. അതിനുശേഷമാണ് 2011 തെരഞ്ഞെടുപ്പിൽ അത് മണ്ഡല പുനർനിർണയത്തിന് ശേഷമാണ് ഇത് മണ്ഡലം അത് സംവരണ സീറ്റായി മാറുന്നു. അത് പട്ടികജാതി സംവരണ സീറ്റായി മാറുന്നു. അവിടെ ചിറ്റയം ഗോപകുമാർ തുടർച്ചയായി 3 തവണ ജയിച്ച മണ്ഡലമാണ്. അവിടെ ചിറ്റയം ഗോപകുമാറിന് പകരം ഇത്തവണ പ്രജി കണ്ണനാണ് വരുന്നത്. CV ശാന്തകുമാറാണ് UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത്. UDF കാണുന്നത് ഈ അടൂരിൽ ഉറപ്പായും UDF ഇത്തവണ പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ മാത്രമല്ല, ചിറ്റയം ഗോപകുമാറിന്റെ ഭൂരിപക്ഷമൊക്കെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ചിറ്റയം ഗോപകുമാർ കഴിഞ്ഞ തവണയൊക്കെ അവിടുന്ന് ജയിച്ചത്. 2919 വോട്ടായിരുന്നു. അതിന് മുമ്പ് അദ്ദേഹത്തിന് 25,000 വോട്ട് കിട്ടിയ സ്ഥാനത്താണ് ഈ നേരത്തെ ഈ പറഞ്ഞതുപോലെ 2 മണ്ഡലങ്ങൾ കിട്ടിയതും ഈ 1000-2000 വോട്ടിന്റെയൊക്കെ ഭൂരിപക്ഷത്തിലാണ്. അത് പിടിച്ചെടുക്കാൻ കഴിയുമെന്ന UDFന്റെ ഉറച്ച പ്രതീക്ഷ. UDF അങ്ങനെ തന്നെയാണ്. UDFന്റെ കണക്കുകൂട്ടലുകൾ തന്നെ അങ്ങനെയാണ്. UDFന് ഉറപ്പായും ജയിക്കുന്ന ഒരു മണ്ഡലം എന്ന തരത്തിൽ തന്നെയാണ് അവർ അടൂരിനെ കാണുന്നത്. LDFും അടൂരിലെ ജയിക്കുന്ന ഒരു മണ്ഡലമായി തന്നെ കാണുന്നു. ഇവിടെ ഇരുവരുടെയും തമ്മിൽ ഒരു അവകാശവാദത്തിൽ എവിടെയാണ് കൂടുതൽ ഒരു എഡ്ജ് നൽകാൻ കഴിയുക? പരമ്പരാഗതമായി കഴിഞ്ഞ കുറച്ചു കാലമായി ഇടതു മണ്ഡലം എന്ന നിലയിൽ ഇടതുപക്ഷത്തിന് ഒരു മുൻതൂക്കമുള്ള മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ ഇപ്പുറത്ത് CV ശാന്തകുമാർ എന്ന സ്ഥാനാർത്ഥി എത്തുമ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾ വളരെ കാര്യമായി അധിവസിക്കുന്ന ഒരു നിയോജക മണ്ഡലം കൂടിയാണ്. ഒരുപാട് കോളനികളും അങ്ങനെയൊക്കെയുള്ള ഒരു മണ്ഡലം കൂടിയാണ് അടൂർ. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ഫലത്തിൽ ഈ കോന്നി കല്ലേലി അപ്പൂപ്പൻ ക്ഷേത്രത്തിൻ്റെയൊക്കെ ഭാരവാഹി കൂടിയായി അതിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഒരാളാണ്. അതായത് ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംബന്ധിച്ച് വളരെ കാര്യമായി തന്നെ കുറവ് വിഭാഗത്തിൽ നിന്നുള്ളതും പുലിയ വിഭാഗത്തിൽ നിന്നുള്ള ഒരു സ്പ്ലിറ്റ് കൂടി അവിടെ ഉള്ളത് കൂടി കണക്കിലെടുത്താണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ആ വിഭാഗം വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഈ CV ശാന്തകുമാർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എന്ന് തന്നെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. BJP പത്തനംതിട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. പക്ഷേ പന്തളം സുധാകരന്റെ സഹോദരൻ പന്തളം പ്രതാപനാണ് അവിടെ മത്സരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹം പെട്ടെന്ന് വന്ന് മത്സരിക്കുകയായിരുന്നു. 25,000 വോട്ട് മാത്രമാണ് അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞത്. ഇത്തവണ കഴിഞ്ഞ 5 വർഷവും അദ്ദേഹം അവിടെ നിന്ന് പ്രവർത്തിച്ച ആളാണ്, പന്തളംകാരനാണ്. ആ നിലയിൽ അദ്ദേഹത്തിന്റെ വോട്ട് അദ്ദേഹം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ UDFന്റെ സാധ്യതയെ മങ്ങലേൽപ്പിക്കുമോ എന്ന് മാത്രമാണ് അറിയാനുള്ളത്. പന്തളം പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെയായി നിന്ന ഒരാൾ കൂടിയാണ്. അങ്ങനെ ചെറിയ ചെറിയ ഫാക്ടറികൾ ഉണ്ട് കിരൺ അടൂരിൽ. അത് ഏത് തരത്തിലാണ്? പ്രജി കണ്ണൻ വളരെ സൗമ്യമായ മുഖവുമായി വോട്ടർമാരിലേക്ക് വളരെ കാര്യമായി ഇറങ്ങി ചെന്നിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഏത് ഫാക്ടറാണ് വർക്ക് ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. ശരി ശ്രീത്തെ, നമുക്ക് ഇത്തവണ നമുക്ക് ഇങ്ങനെ ചുരുക്കാമെന്ന് തോന്നുന്നു. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് LDFന്റെ പ്രതീക്ഷ 3 സീറ്റ് ഉറപ്പായും ലഭിക്കും. അത് 5 വരെ ആവാൻ സാധ്യതയുണ്ട്. അവിടെ തിരുവല്ല മണ്ഡലത്തിൽ മാത്രമാണ് 2 കൂട്ടർ ഒരുപോലെ വിജയത്തിന് ഇപ്പോൾ ശ്രീത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചാൽ വിജയത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഉറപ്പിച്ച് പറയാൻ കഴിയാത്തൊരു മണ്ഡലമായി നിൽക്കുന്നത്. അവിടെ 3 പേരും കരുത്തരായ സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉറപ്പിച്ച് ഇന്നാളെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഈ LDFന്റെ പ്രതീക്ഷ കോന്നിയായാലും റാന്നിയായാലും അടൂരായാലും ആറന്മുളയായാലും LDFന് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. അവർക്ക് വേണമെങ്കിൽ 3-4 വരെ എന്ന് പ്രതീക്ഷിക്കാം. UDFന്റെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ്. അവർ ആറന്മുളയെ 1ാമത്തെ മണ്ഡലമായി തന്നെയാണ് കാണുന്നത്. ഒരു തരത്തിലും അവിടെ ആറന്മുളയിൽ വലിയ ഭൂരിപക്ഷം 10,000-നടുത്ത് മേൽ ഭൂരിപക്ഷം കാണുമെന്നാണ് UDF ഉറപ്പിക്കുന്നത്. UDFന്റെ ആ പറച്ചിലിനും അതിൽ ഗൗരവമായി തന്നെ എടുക്കേണ്ടതാണ്. അടൂരിന്റെ കാര്യത്തിലായാലും കോന്നിയുടെ കാര്യത്തിലായാലും റാന്നിയുടെ കാര്യത്തിലായാലും അങ്ങനെ യഥാർത്ഥത്തിൽ ഈ 4 സീറ്റ് വരെ ഈ തിരുവല്ല എങ്ങോട്ടും അറിയാവുന്ന തിരുവല്ലയും ബാക്കി
ബാക്കി 4 സീറ്റുകളും LDFും UDFും ഒരുപോലെ വിജയപ്രതീക്ഷ വെക്കുന്ന 4 സീറ്റുകൾ എന്ന തരത്തിൽ തന്നെ കാണാം. BJPയെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ അട്ടിമറി വിജയമൊക്കെ പ്രതീക്ഷിക്കുന്ന അങ്ങനെ ഒരു സാധ്യത, വിദൂരമായ ഒരു സാധ്യത അവർ കാണുന്ന തിരുവല്ല മണ്ഡലം നിൽക്കുന്നു, ആറന്മുള മണ്ഡലം നിൽക്കുന്നു. എന്തായാലും പത്തനംതിട്ടയുടെ ഫലം കേരള രാഷ്ട്രീയത്തിൽ കൗതുകമുള്ള ഒരു ഫലം തന്നെയാവും. കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് പത്തനംതിട്ടയുടേതായ ചില പ്രാദേശിക രാഷ്ട്രീയവും, കേരളത്തിലെ പത്തനംതിട്ടയുടെ ഒരു പ്രത്യേകത, കേരളത്തിലെ ക്രൈസ്തവ സഭകൾക്കെല്ലാം ഏറെക്കുറെ തുല്യ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ് പത്തനംതിട്ട ജില്ല. കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിലെ പ്രബലമായ സമുദായങ്ങൾക്കെല്ലാം ഏകദേശം തുല്യമായ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രമായ ഒരു മേൽക്കൈ എന്ന് പത്തനംതിട്ടയിൽ എവിടെയും പറയാൻ കഴിയില്ല. മുസ്ലിം വോട്ടുകളും നിർണായകമായ ഒരു സ്ഥലം തന്നെയാണ്. അങ്ങനെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ വിഭാഗത്തിലെ പ്രബലമായ വിഭാഗങ്ങൾക്കെല്ലാം ഏറിയും കുറഞ്ഞും സ്വാധീനമുള്ള, അവരുടെ എല്ലാം ശക്തമായ പ്രാതിനിധ്യമുള്ള, അതിനി പട്ടികജാതി വിഭാഗമായാൽ പോലും അതിൻ്റെ എല്ലാം ശക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ഫലം വളരെ നിർണായകമായ ഫലം തന്നെയാവും. എന്തായാലും നാളെ നമുക്ക് മറ്റൊരു ജില്ലയുടെ വിശദമായ സാധ്യതകൾ കൂടി പരിശോധിക്കാം. ദ ഇലക്ഷൻ ചാനൽ നാളെയും ഇതേ സമയം.